ക്രിസ്തുമസിനോടനുബന്ധിച്ച് KSEB പെരിങ്ങോട്ടുകുരിശി സെക്ഷനിലെ ജീവനക്കാർ നടത്തിയ ഘോഷയാത്ര സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് കണ്ടത്. വൈദ്യുതി സുരക്ഷയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. ആലത്തൂർ ദേശീയപാത വാനൂർ പൊട്ടിമടയിൽ കലുങ്ക് നിർമ്മാണത്തിനിടെ പാതയുടെ മണ്ണിടിയുന്നത് വാഹനങ്ങൾക്ക് ഭീഷണി. സ്വാതി ജംഗ്ഷനിൽ അടിപ്പാതയ്ക്ക് വേണ്ടിയാണ് കലുങ്ക് നിർമ്മിക്കുന്നത്. വെള്ളക്കുന്ന് പാടശേഖരങ്ങളിൽ നിന്നും കനാൽ വഴി വരുന്ന വെള്ളം ദേശീയപാതയ്ക്ക് കുറുകെ അയർക്കുളം ഭാഗത്തേക്ക് കടത്തിവിടുന്നതിനാണ് കലുങ്ക് നിർമ്മിക്കുന്നത്. ഇവിടെയാണ് വെള്ളം കെട്ടിനിന്ന് മണ്ണിടിയുന്നത്. ഭാരമുള്ള വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ മണ്ണിടിഞ്ഞ് റോഡ് താഴ്ന്നു പോകാൻ ഇടയുണ്ട്. ഇത് അപകടമുണ്ടാക്കുന്നതായാണ് ആശങ്ക. നാഷണൽ ഹൈവേന്ന് പൊട്ടിമടയ്ക്ക് തിരിയുന്ന റോഡാണിത്. ഇവിടെ ഈ തിരിയുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ വലിയ ലോഡ് വെച്ച വണ്ടികൾ ഇതിങ്ങനെ പോകുമ്പോൾ ഉൾഭാഗം ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നുണ്ട്. ഇത് നമ്മൾ റോഡ് അതോറിറ്റിക്കാരനുള്ള എഞ്ചിനീയർമാരിനെ കൊണ്ടൊക്കെ ഇത് പറഞ്ഞു. എന്നിട്ടിപ്പോൾ കുറച്ച് ചാക്കുകൾ ഒരെണ്ണം കൊണ്ട് രാത്രി കൊണ്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും സുരക്ഷിതമല്ല. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഇപ്പോഴും വലിയൊരു പേടിയാണ്. എപ്പോഴാണ് ഇത് ഇടിയുക, വണ്ടികൾ വീഴുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ എണിച്ചിട്ട് ഇത് പറയുകയാണ്, രണ്ടാം പറി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇത്. പിന്നെ അതിന് പുറമല്ല, ഒരു 150 കുടുംബങ്ങൾ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. ഇവർ JCB ഇട്ട് വലിക്കുന്ന സമയങ്ങളിൽ ഇതിൻ്റെ പൈപ്പുകൾ, വെള്ളത്തിൻ്റെ പഞ്ചായത്ത് പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം 2-3 ദിവസവും 4 ദിവസങ്ങളൊക്കെ നീണ്ട് കിട്ടാണ്ടാണുള്ള ബുദ്ധിമുട്ട് വലിയ പ്രശ്നമാണ്. കുടിവെള്ളമാണുള്ളത്, വേറെ ആരെങ്കിലും ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം പെട്ടെന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ പണി നടക്കുമ്പോൾ ഈ ആഴ്ചയിൽ 1-2 പ്രാവശ്യം പൈപ്പുകൾ പൊട്ടുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന് ശാശ്വതമായൊരു പരിഹാരത്തിന് വേണ്ടി നമ്മളിതിന് എഞ്ചിനീയർമാരെ കൊണ്ട് അതോറിറ്റിയിലും എല്ലാവരുടെയും പേപ്പേഴ്സും കൊടുത്തിട്ടുണ്ട്, ഫോൺ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മെയിൽ അയച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടി കിട്ടിയിട്ടില്ല നമുക്ക്. സ്വാതി ജംഗ്ഷനിൽ അടിപ്പാത വരുമ്പോൾ ദേശീയപാതയുടെ ഉയരം കൂടും. വാനൂർ കേരളപ്പറമ്പിൽ നിന്നും 500 മീറ്റർ മുന്നോട്ട് മാറിയാണ് മേൽപ്പാത അവസാനിക്കുന്നത്. സ്വാതി ജംഗ്ഷൻ മുതൽ വാനൂർ വരെ വെള്ളം ഒഴുക്കിവിടുന്നതിനായി 3 കലുങ്കുകളാണ് നിർമ്മിക്കുന്നത്. സർവീസ് റോഡ് പണി ഇനിയും പൂർത്തിയായിട്ടില്ല. സ്വാതി ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം പൂർണ്ണതോതിൽ പ്രവർത്തിക്കാത്തത് അപകടത്തിനിടയാക്കുമെന്നാണ് ആശങ്ക. UTV ന്യൂസ്, പാലക്കാട്.